പൊതുമേഖലാ ബാങ്കായ SBIക്ക് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ബെഞ്ച് ഇന്നലെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. വരുന്ന വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷന് കൈമാറിയിരിക്കണം. നിങ്ങളൊരു സുപ്രീം കോടതി വിധിയെപ്പോലും ലംഘിച്ചിട്ട് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ പരിപാടികൾ എന്നാണ് കോടതി വാക്കാൽ ചോദിച്ചത്. നിങ്ങൾ ആർക്കോ വേണ്ടി ഇലക്ട്രൽ ബോണ്ടിന്റെ ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾക്കൊരു നിലപാടില്ല. സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ് വിധിയിലൂടെ. ഇതിനെ ഭരണഘടനാ വിരുദ്ധമാക്കിയ ആ ദിവസം മുതൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും സുപ്രീം കോടതി മുഖേനയോ അതിന്റെ കോപ്പി സഹിതം പിന്നെ ഇലക്ഷൻ കമ്മീഷനും കൊടുത്തിട്ട് അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. കിട്ടിയ രേഖകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ അപ്പം തന്നെ പബ്ലിഷ് ചെയ്തു വരുന്നുണ്ട്. അത് ഇപ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം മാത്രം SBI പുറത്തുവിടുന്നില്ല. അതുകൂടി കൈമാറാനാണ് ഇപ്പോൾ അന്ത്യശാസനം അടുത്ത വ്യാഴാഴ്ചയ്ക്കുള്ളിൽ 5 മണിക്കുള്ളിൽ കൊടുത്തിരിക്കണം ഇലക്ഷൻ കമ്മീഷന് എന്ന അന്ത്യശാസനം ഇറക്കിയിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ ഏതൊക്കെ പാർട്ടികൾക്ക് കിട്ടിയെന്നും ആരൊക്കെ അതിനകത്ത് പങ്കാളികളായെന്നും എത്രായിരം കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും ഒക്കെ കൃത്യ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് ഈ കോടതി ഉത്തരവ് പ്രകാരം SBI കൊടുത്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രം ഈ അഴിമതി പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും പ്രധാന രേഖ ആൽഫ ന്യൂമറിക് നമ്പറും സീരിയൽ നമ്പറും സുപ്രീം കോടതി നിർദ്ദേശം വെച്ചിട്ട് പോലും SBI ഇലക്ഷൻ കമ്മീഷന് കൈമാറുന്നില്ല. ഇനി അത് കൈമാറുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ, ഇലക്ഷൻ കമ്മീഷന് അത് കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി എന്തായാലും ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഇതിനകത്ത് ഷെൽ കമ്പനികളുണ്ടോ, വെറും കടലാസ് കമ്പനികളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാവും. ഇതെല്ലാം അറിയണമെങ്കിൽ ഈ സീരിയൽ നമ്പർ ഉൾപ്പെടുന്ന ഈ ഡീറ്റെയിൽസ് കിട്ടിയേ തീരൂ. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയൊരു അഴിമതിയുടെ ആ ഐസ്ബർഗിന്റെ ഒരു മൂല മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ ഇത്രയും കോടി രൂപ വിവിധ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ കോടികൾ കൊടുത്തതിൽ 30ഓളം കമ്പനികൾ കൊടുത്തിരിക്കുന്നത് ED റെയ്ഡ് നടന്നതിന് ശേഷമാണ്. എവിടേക്കാണ് ED റെയ്ഡ് നടക്കുന്നത് നമുക്കറിയാം. ED റെയ്ഡ് നടക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആ റെയ്ഡ് നടത്തപ്പെട്ട ആ കമ്പനി കുറെ ബോണ്ടുകൾ എടുക്കുന്നു, ഇലക്ട്രൽ ബോണ്ടുകൾ എടുക്കുന്നു. കേസിന്റെ അന്വേഷണം പിന്നെ മന്ദഗതിയിലാവുന്നു. EDക്ക് പിന്നെ പേടിയില്ല, EDക്കും പേടിയില്ല, ഈ കമ്പനിക്ക് EDയെയും പേടിയില്ല. പിന്നെ അന്വേഷണം മരവിപ്പിക്കുന്നു. പിന്നെ കാര്യമായ ഒരു നീക്കം ഈ കേസിനെ പറ്റി നടക്കുന്നില്ല. അങ്ങനെയാണ് 30ഓളം കമ്പനികൾക്ക് ED റെയ്ഡിലൂടെ ആ കമ്പനികളെ ശ്വാസം മുട്ടിച്ചിട്ട് ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ നിർബന്ധിച്ചത്. അവർ വെളിപ്പെടുത്തട്ടെ, ഈ കമ്പനികൾ ED റെയ്ഡ് നടത്തുന്ന കമ്പനികൾ വെളിപ്പെടുത്തട്ടെ, ഞങ്ങള് പേടിച്ചിട്ടാണ് ഞങ്ങള് BJPക്ക് അല്ലെ ഏത് പാർട്ടിക്ക്, അധികാരത്തിരിക്കുന്ന പാർട്ടിക്ക് പൈസ കൊടുത്തതെന്ന് പറയട്ടെ. സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. ഇപ്പോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പാർട്ടികളെ മുഴുവൻ നോക്കിയാൽ എപ്പോഴെങ്കിലും അധികാരത്തിലിരുന്ന പാർട്ടികളാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. കമ്പനികളിൽ നിന്നും അവർ വാങ്ങി ഇങ്ങോട്ട് കൊടുത്ത പൈസ, ബോണ്ടിന് കൊടുത്ത, കടപ്പത്രത്തിന് കൊടുത്ത പൈസ, അത് BJP നമ്പർ 1, നമ്പർ 2 കോൺഗ്രസ്, നമ്പർ 3 തൃണമൂൽ കോൺഗ്രസ്, ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയ 3 പാർട്ടികൾ. പിന്നെ സ്റ്റേറ്റ് വൈസ് ഭരിച്ച തെലങ്കാനയിലെ TRS, ഇപ്പൊ BRS രാഷ്ട്രസമിതി, അതേപോലെ പ്രാദേശിക ഭരണത്തിലിരുന്ന പാർട്ടികൾ ഉൾപ്പെടെ അധികാരത്തിരിക്കുമ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ശിവസേന വാങ്ങിയിട്ടുണ്ട് അധികാരത്തിരിക്കുമ്പോൾ. അപ്പൊ അധികാരത്തിരിക്കുന്ന സമയത്ത് ഈ കമ്പനികൾ, ഈ കോർപ്പറേറ്റുകളോ ഏത് കമ്പനികളോ ഇങ്ങനെ ബോണ്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തില്ല, അത് പുറത്തു വരണം. ഇനി അല്ലെങ്കിൽ ഈ പാർട്ടികൾ സ്വയമേ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMK പോലുള്ള പാർട്ടികൾ ഞങ്ങൾക്ക് കിട്ടിയ പൈസയുടെ കണക്ക് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് ബയോകോണിന് ഇത്ര കോടി രൂപ കിട്ടി, ഞങ്ങൾക്ക് സാന്തിയോമാത്തിന്റെ ഫ്യൂച്ചർ ഗെയിമിന് ഇത്ര കിട്ടി എന്ന് കൃത്യമായിട്ട് DMK ആ കിട്ടിയ കണക്കുമായിട്ട് രംഗത്ത് വന്നു. എന്തേ മറ്റെല്ലാ പാർട്ടികളും ആ സത്യസന്ധത കാണിക്കാത്തത്? DMKക്ക് അത് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് BJPക്ക് ആരൊക്കെ പൈസ കൊടുത്തു എന്ന് BJP വെളിപ്പെടുത്താത്ത എന്തുകൊണ്ട്? BJP കിട്ടിയ പൈസയുടെ കണക്ക് ഏതൊക്കെ കമ്പനി തന്നു എന്നുള്ളത് BJP പുറത്തുവിടുക, കോൺഗ്രസ് പുറത്തുവിടുക, തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിടുക. അപ്പൊ അവിടെ സത്യസന്ധത ഇല്ലായ്മയുണ്ട്.
അവിടെയൊക്കെ എന്തോ കളികൾ നടന്നിട്ടുണ്ട്. ആ കളികൾ പുറത്തു വരുമ്പോഴേ ഇത് സത്യം ജനങ്ങൾ അറിയുകയുള്ളൂ. ഷെൽ കമ്പനി വഴിയാണോ പൈസ കൊടുത്തിരിക്കുന്നത്, അതോ യഥാർത്ഥ കമ്പനികൾ വഴിയാണോ? നഷ്ടത്തിലോടുന്ന കമ്പനികൾ പോലും, കോർപ്പറേറ്റ് കമ്പനികൾ പോലും കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ട് പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഭാരതി എയർടെൽ പോലുള്ള കമ്പനികൾ വലിയ 100 കണക്കിന് കോടിയുടെ നഷ്ടം സഹിക്കുന്ന കമ്പനി പോലും ബോണ്ട് എടുത്തിട്ട് എന്തിനാണ് കോടികൾ പൈസ ഈ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്, BJP ഉൾപ്പെടെ? ഇതിനൊക്കെ പിന്നിൽ വളരെ ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതും ED റെയ്ഡും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് വായിക്കണം. ഒരു ജനാധിപത്യത്തിൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ വിഷയം? CPM-നോടാണ് ഇപ്പൊ ഏറ്റവും കലിപ്പ്, കട്ടക്കലിപ്പാണ്. കാരണം ഇലക്ട്രൽ ബോണ്ട് എടുക്കാത്ത പാർട്ടികൾ CPIM മാത്രമല്ല, CPIM, CPI, CPI-ML, BSP, മുസ്ലിം ലീഗ് തുടങ്ങി 10ഓളം പാർട്ടികൾ, വലുതും ചെറുതുമായ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല, അതിന്റെ പൈസ വാങ്ങിയിട്ടില്ല. പക്ഷെ കോടതി പോയത് CPIM മാത്രമാണ്. അതാണ് CPIM-നോടുള്ള കലിപ്പ്. ലീഗോ, മുസ്ലിം ലീഗോ, BSP-യോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത മറ്റൊരു പാർട്ടിയും, പൈസ വാങ്ങാത്ത പാർട്ടിയും കോടതി പോയില്ല. പോയത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന CPIM മാത്രമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു കേസുണ്ടായതും വിധി വന്നതും. അതുകൊണ്ടാണ് SBI കാര്യങ്ങളെല്ലാം ഇതുവരെ ഇത്രയും കാര്യങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടി വന്നത്, ബാക്കിയും കൊടുക്കേണ്ടുന്ന ഗതികേടിലേക്ക് പോയത്. അപ്പൊ കട്ടക്കലിപ്പ് ആരോടാണ്? CPIM-നോടാണ്. മറ്റ് പാർട്ടിക്കാരോടൊന്നും ഈ പ്രശ്നമില്ല. അതിന്റെ കാരണം ഇതാണ്. ഇനി ഇതിന്റെ പേരിൽ CPIM-നെ താറടിക്കാൻ വേണ്ടി ഒരു നീക്കം ഇപ്പൊ ക്യാമ്പയിൻ BJP കേന്ദ്രങ്ങൾ ഇറക്കി വിട്ടിട്ടുണ്ട്, BJP-യും സംഘപരിവാറും ഒക്കെ. അതെന്താണ്? CPM-ന് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കാശ് കിട്ടാനുള്ള മിനിമം വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പിൽ കിട്ടാത്തത് കൊണ്ടാണ് CPM ഈ കൊതിക്കറുവിനാണ് സുപ്രീം കോടതി പോയത്. ഇതാണ് സംഘപരിവാർ BJP ആരോപണം. നുണ പ്രചാരണമാണ്. സത്യം എന്താണ്? ഈ നിയമത്തിൽ പറയുന്നത് എന്താണ്? ഇലക്ട്രൽ ബോണ്ട് വന്നത് 2018 മുതലാണ്, ജാനുവരിയിൽ മുതലാണ്. ഇങ്ങോട്ട് ഇത്രയും നാള് വർഷങ്ങൾ. അതിന് മാനദണ്ഡമാക്കിയത് 2014 ലോക്സഭാ ഇലക്ഷനാണ്. ഏതൊക്കെ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ പണം ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് 2014 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വെച്ചിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും 1% വോട്ട് നേടിയിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ടിന് അർഹതയുണ്ട്. പച്ച നുണ എങ്ങനെയാ പൊളിക്കേണ്ടതെന്ന് ഞങ്ങളിവിടെ പറയുകയാണ്. ഇനി 2014 മാനദണ്ഡം വെച്ചിട്ട് അന്ന് ദേശീയ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന് 3.25% വോട്ട് കിട്ടി. അപ്പോൾ 2014 തന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ സ്വരൂപിക്കാൻ, ഇലക്ഷൻ ഫണ്ട് സ്വരൂപിക്കാനുള്ള അർഹത CPIM-നുണ്ട്. പറഞ്ഞല്ലോ, അന്ന് തന്നെ 3.25% വോട്ട് ദേശീയ തലത്തിൽ CPIM നേടി. 2019 വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അവിടെയും അർഹത ഇല്ലാതാവുന്നില്ല. 2019 കഴിഞ്ഞ ഇലക്ഷനിൽ CPIM-ന് ദേശീയ തലത്തിൽ 1.75% വോട്ട് ലഭിച്ചിരുന്നു. 1% മുകളിൽ അപ്പോഴും ഉണ്ട്, ഇലക്ട്രൽ ബോണ്ടിനുള്ള അർഹതയുണ്ട്. പിന്നെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 26% വോട്ട് കേരളത്തിൽ CPIM-ന് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇടതുമുന്നണിക്കുള്ള മൊത്തം കണക്ക് വേറെ. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം 26% വോട്ട് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇലക്ട്രൽ ബോണ്ടിനുള്ള എല്ലാ അർഹതയുമുള്ള ഒരു പാർട്ടിയെക്കുറിച്ചാണ് കലിപ്പ് തീർക്കാൻ വേണ്ടി നുണ പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. CPM എന്തിന് കോടതിയിൽ പോയി? അവന്മാർക്ക് കാശ് കിട്ടത്തില്ല, യോഗ്യതയില്ല, അതിനുള്ള വോട്ടില്ല, ശതമാനമില്ല. അവ കിട്ടാത്ത മുന്തിരി പുളിക്കുമല്ലോ, എന്നാ ഞങ്ങൾ കോടതിയിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി എന്ന് പറഞ്ഞ് കള്ളക്കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. ഈ കള്ളം പറയുന്നതിൽ സംഘപരിവാറിനെ കഴിഞ്ഞ് വേറെ ആരും ഈ രാജ്യത്തില്ല, ഈ ലോകത്ത് തന്നെ ഇല്ല. കൊല്ലത്ത് മറ്റേ ക്വാറന്റൈൻ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങിയെ പറ്റിയുള്ള കഥകൾ, കെ സുരേന്ദ്രനൊക്കെ ഇറക്കിയ കഥകൾ, അങ്ങനെ എന്തെല്ലാം
നുണ ഫാക്ടറിയാണ്. നുണ പടച്ചു വിടുക, അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുക.